ഹാപ്പി ഓണം. ഈ ഓണമൊക്കെ ആയിക്കൊണ്ട് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പറഞ്ഞുതരാം. എൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. ഈ റിസോർട്ടിൽ ഇന്നൊരു ഗെറ്റ് ടുഗദർ നടക്കാൻ പോവാണ്. ചെറിയൊരു ഗെറ്റ് ടുഗദർ ഒന്നുമല്ല, വലിയൊരു ഗെറ്റ് ടുഗദർ തന്നെയാണ്. ഈ ഗെറ്റ് ടുഗദർ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മുടെ സൂര്യ TV 25 വർഷം തികയാൻ പോവുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഈ 25 ഇയേഴ്സിൽ നമ്മൾ ഒരുപാട് ഷോകൾ സൂര്യ TVയുടെ കണ്ടിട്ടുണ്ട്. ഈ ഷോകളിലൂടെ നമുക്ക് അറിയാവുന്ന ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട്, പഴയ ആങ്കേഴ്സ് ഉണ്ട്. അതായത് സൂര്യ TVനെ സൂര്യ TV ആക്കിയ കുറേ ആങ്കേഴ്സ് ഉണ്ട്. ആ ആങ്കേഴ്സൊക്കെ ഇപ്പോൾ എവിടെയാണ്, അവരൊക്കെ ഇപ്പോൾ എന്നാ ചെയ്യുവാണ്? ആ ക്വസ്റ്റ്യൻ എന്നോട് ഒരാൾ ചോദിച്ചപ്പോൾ ഞാനും ഇരുന്നിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, അവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? അപ്പം ഞാൻ ഈ സംഘടനയുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മളൊരു ഡീലിലെത്തി. നമുക്കൊരു ഗെറ്റ് ടുഗദർ കൂടാം, ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പം നിങ്ങൾക്കും ഇവരെ കാണാൻ പറ്റും, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും അറിയാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത് ആരുമായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അത് മറ്റാരുമല്ല, സൂര്യ TVയിലെ തരികിട. സൂര്യ TVയിലെ തരികിട എന്നല്ല, സൂര്യ TVയിലെ തരികിട എന്ന് പറയുന്ന ഒരു അടിപൊളി ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ നമ്മുടെ സ്വന്തം തരികിട സാബു, മനസ്സിലായില്ലേ, നമ്മുടെ സ്വന്തം സാബു അണ്ണൻ. അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇതിന്റെ കൂടെ എന്നുള്ളതല്ലേ. അതല്ല അതിന്റെ ഗുഡൻസ്. എത്ര പേര് എന്നെ ഓർക്കുന്നുണ്ടെന്ന് ആദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പണ്ട് അല്ല, ഒത്തിരി പഴയ വേണ്ട, എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 7 വയസ്സുള്ളപ്പം ഞാൻ കിരൺ TV എന്ന് പറയുന്ന ഒരു ഷോയിലൂടെയായിരുന്നു ആദ്യം വന്നത്. അപ്പോൾ ആ പരിപാടിയിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടി. സൂര്യ TVയുടെ എല്ലാ സ്പെഷ്യൽ പ്രോഗ്രാമും ഞാൻ തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ഡേ ആയിക്കോട്ടെ, അന്നൊക്കെ എനിക്കും ചാൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, അപ്പോൾ ഓണത്തിന് സൂര്യ TVയുടെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഞാൻ ചെയ്യാം. എന്തായാലും നാട്ടുമുടിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഇതും കൂടെ അങ്ങ് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം. എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പഴയ ആങ്കേഴ്സിനെയൊക്കെ കാണാം. അവരൊക്കെ ഇപ്പോൾ എന്താ അറിയോ, ഞാൻ അന്ന് അവരെ കണ്ടത് എൻ്റെ ഓർമ്മയിൽ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അതിനുശേഷം അവരൊക്കെ എല്ലാവരും പോയി, പിന്നെ ഞാൻ മാത്രമായി പോയി ആ ചാനലിൽ. ഇപ്പോൾ അവരൊക്കെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഇനി എല്ലാവരെയും പോയി കോർഡിനേറ്റ് ചെയ്യണം. ഇത് അവിടെ കേട്ടോ, അങ്ങ് അറ്റത്താണ് നമ്മുടെ റിസോർട്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യം. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെയാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. റിയലി എക്സൈറ്റഡ് ടു സീ ഓൾ ഓഫ് ദം. ആഹാ, നമ്മുടെ സൂര്യതാരം നടക്കുന്ന ഈ റിസോർട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കണേ. സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങി. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുറച്ച് ആങ്കേഴ്സ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തോ, ഇതൊക്കെ ആംബിയൻസ് ഒക്കെ അങ്ങ് അടിച്ചു പൊളിച്ചൊക്കെ എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ അടുത്ത് കൊല്ലം ജില്ല മാത്രമേ ഉള്ളൂ, വേറെ ജില്ലകളെ പറ്റി ഒരു അറിവും ഇല്ലെന്നും പറഞ്ഞ് ഊരാക്കുടുക്കിലാക്കിയൊരു വ്യക്തി ഇവിടെ നിൽപ്പുണ്ട്. ആ വ്യക്തിനെ എനിക്ക് ആദ്യം പോയി വിളിച്ച് എണീപ്പിക്കണം. ഓക്കെ, നമ്മുടെ രഞ്ജിത്ത് ചെങ്ങമനാടാണ്. അപ്പം രഞ്ജിത്തായിട്ടിനെ വിളിക്കുന്നതിന് മുമ്പേ ഓണം വൈബാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ, മുല്ലപ്പൂ ഒന്നും സെറ്റ് ആയിട്ടില്ല. അപ്പം എനിക്ക് മുല്ലപ്പൂ ഒക്കെ വെച്ചൊന്ന് സെറ്റായിട്ട് പോയിട്ട് നമുക്ക് രഞ്ജിത്തായിട്ടിനെ വിളിച്ചെണീപ്പിക്കാം. ഓക്കെ, വാ. ഓണം നല്ലോണം നിറയോണം പൊന്നോണം പൊന്നിൻ തിരുവോണം. ഓണം നല്ലോണം നിറയോണം പൊന്നോണം പൊന്നിൻ തിരുവോണം. ഓണം നല്ലോണം നിറയോണം പൊന്നോണം പൊന്നിൻ തിരുവോണം. സഗമപമപ സനിപമപ. അയ്യോ, രഞ്ജിത്തേട്ടൻ റെഡിയായോ? 500 പോലെ ഇരിപ്പത് എന്ത് ഭാവിച്ചാ? എന്തായാലും നോക്കാം. ഹലോ, നമസ്കാരം. അതെ, സൈഡിൽ നിന്ന് 500 കട്ടാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു ഗാന്ധി ലുക്ക് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഗാന്ധി ലുക്ക് അല്ല, പിന്നെ എന്റെ സ്വഭാവം മാറ്റരുത്, ഞാൻ പറഞ്ഞേക്കാം. യോ, എന്നെ പറ്റിയ സ്റ്റേ ഒക്കെ അടിപൊളിയല്ലായിരുന്നോ? സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്കതല്ല എനിക്ക് ആവശ്യം. പിന്നെ ഇന്ന് ഞാൻ വേറെ ചെറിയ ന്യൂസ് കേട്ടു, സാബു വരുന്നുണ്ടോ? അത് പറയപ്പോഴാണ് നമ്മുടെ സാബു ചേട്ടനാണല്ലോ ഇതെല്ലാം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇതിന്റെയൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നടത്തുന്നുള്ളൂ. സാബു ചേട്ടനാണ് മെയിൻ. സാബു ചേട്ടനാണ് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഐഡിയ. നമുക്ക് ഞാനിത് അറിഞ്ഞില്ല. അവൻ ഏതോ ഒരു കാളയുടെ പോത്തിന്റെ പൂച്ചയുടെ പുറകെ പോയൊരു സിനിമ ഇറങ്ങിയതിനു ശേഷം അവൻ ജാടാ. അയ്യ, അത് തോന്നുന്നതാണ്. എനിക്ക് തോന്നിയതാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ സംഭവം, ആക്ച്വൽ പ്രശ്നം? എനിക്ക് അവനെ ഇഷ്ടമല്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേട്ടാ. എന്ത് ഇഷ്ടമല്ല? കാരണം സീരിയസ് ആയിട്ട് പറഞ്ഞ എനിക്ക് അവനെ ഇഷ്ടമല്ല. അതെന്നെ റീസൺ എന്നാ? കാരണം എന്തിനാ? എനിക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. നമുക്ക് നോക്കാം, ഇന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതെല്ലാം വരണ്ട. എന്റെ കൺവെട്ടത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. നമുക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് കീരിയല്ലേ വരുന്നു?
ഏ അതിവിടെ റിസോർട്ടില് താമസിക്കുന്നത് ആയിരിക്കും. പക്ഷെ എന്തായാലും ഉണ്ടല്ലോ ചേട്ടാ, ആ പുള്ളിക്കാരനെ നമുക്ക് ക്രിസ്മസിന്റെ അടുത്ത പരിപാടിക്ക് ലുക്ക് കണ്ടിട്ട് അബൂബക്കർ സാറാണോ? യേശു ക്രിസ്തു ആ ലുക്കിന് നല്ലതാ. അല്ല ഔഷപിതാവ് ആണോ? ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ചേട്ടനെ മനസ്സിലാക്കിയിട്ടായിരിക്കും വെറുതെ ജാട ഇട്ടിരുന്നു. ചിലപ്പോ നമ്മളെ തിരിച്ചു പിടിച്ചോ ജാട ജാട. എന്റെ പൊന്നെ, ഹലോ ഹലോ, ഈ കുഴിയിൽ തന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഞാനേ ഒരു തമാശ ഇങ്ങനെ പറഞ്ഞ നമുക്ക് ഒരു മറ്റേ ഇങ്ങനെ രൂപമൊക്കെ മാറിയപ്പോഴേ പഴയ ആ സ്റ്റൈലൊക്കെ അങ്ങ് മാറി. അണ്ണാ നിങ്ങളാ എന്നെ കീരി എന്ന് വെച്ചത്? കീരിന്നല്ല, അങ്ങോട്ട് വിചാരിച്ചത്. സാബു ചേട്ടനെ കുറിച്ച് എന്തോന്ന് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, സാബുവിനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ പറയേണ്ടി വരും. അവനിപ്പോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇവിടെ എറണാകുളത്ത് വെച്ച ഇവിടെ കണ്ടു. ഞാനിങ്ങനെ ഹായ് പറഞ്ഞപ്പോ പൂച്ചയല്ല പൂച്ചം തോന്നിക്കുന്നയാ, നമുക്കത് സെറ്റ് ആക്കാം. ചേട്ടാ അത് പുള്ളി ബിസി ആയിരുന്നുണ്ടായിരിക്കും. പക്ഷെ അവ എന്റെ ഫ്രണ്ട് വരരുത്, അവ ഇവിടെ കണ്ട് എത്തിയിട്ടുണ്ടെന്നുള്ള ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങളങ്ങ് വർത്താനം ഞാൻ വരാം കേട്ടോ. ശരി, നിങ്ങളിപ്പോ സെറ്റ് ആവേ. ഇതാരും കാണുന്നൊന്നുമില്ലല്ലോ. ഓണം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. 8 മണിക്ക് വരാൻ പറഞ്ഞു. 5 ഇല്ല, 8 മണിക്ക്. എന്നിട്ട് 8 മണിക്ക് എത്തിയാ? 8 മണിക്ക് പോകുന്നേ കുറച്ച് ലേറ്റ് ആയി. അതാ ഒരാളെ കിട്ടി. എന്നോട് വിശേഷം? എന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു എത്ര കാലം. എനിക്ക് ശരിക്കും പറഞ്ഞ സമീചിന്റെ ഓർമ്മ എങ്ങനെയാണെന്നറിയോ? ടിവിയിൽ കണ്ടിട്ടാണ്. ഇനി കൊച്ചിൽ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഗ്രീൻ റൂമില് കുഞ്ഞു ബേബി ആയിരിക്കുമ്പോ എന്റെ ദൈവമേ, ഉച്ചയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് നേരെ ലൈവിന് കഥ പറയാനാണോ? ആരെങ്കിലും കണ്ടോ? കണ്ടു, പക്ഷേ എനിക്കറിയാം എവിടെ കണ്ടിട്ടുണ്ട് സിനിമ. അല്ലേ? കക്ഷി അമ്മണിപ്പിട്ടായിരിക്കും. യെസ്, എന്റെ ദൈവമേ. സൂര്യ ടിവിയില് ആങ്കറിങ് സൂര്യയില് ഞാൻ കുറെ ഈ മൂവി പ്രൊമോഷണൽ അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആഹാ, ഇതിന്റെ ഇടയ്ക്ക് പ്രീ വെഡിങ് ഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ടല്ലോ അവിടെ. ആണോ? പ്രീ വെഡിങ് ഷൂട്ട് അത് രമ്യല്ലേ? ഒരുമിച്ചല്ലേ ഷോ ചെയ്തിട്ടുണ്ട്. അതൊന്നും അല്ല, എനിക്ക് ഉറപ്പാണ് രമ്യ ചേച്ചി അവരുമായിട്ട് സല്ലപിക്കാണ്. നമുക്കത് വീഡിയോ എടുത്തിട്ട് നമുക്ക് നേരെ നിഖിലേക്ക് അയച്ചു കൊടുക്കാം. ഞാൻ വേണ്ടേ? രമ്യയുടെ കൂടെ ആരാന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത് മതി. വേണ്ട 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 വേണ്ട. നിഖിലേട്ടാ കാണുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ഇതൊക്കെയായിട്ട് ചെയ്യാൻ പറ്റാ. ഞാനേ നിഖിലേട്ടന് അയച്ചു കൊടുക്കാൻ വേണ്ടി ഓഡിയോ ഉണ്ട്. ഒരു കുടുംബം കലക്ക് എത്ര രൂപ ചാർജ് ചെയ്യണം? ഇത് കുടുംബം കലക്കാനൊന്നും അല്ല. വേറെ സംഭവമുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അതാ ഞാൻ ടാഗ് ലൈൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല. രമ്യനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമ എന്റെ ഉണ്ട്. ഈ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഞാൻ കണ്ട മോത്ത് ജയിച്ച് ഒറ്റയ്ക്ക് ഒരു പരിപാടി ചെയ്യുന്നതാണല്ലോ. മറ്റേ ഞങ്ങളുടെ കൂടെ നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കോമഡി ഷോ ഇത് രമ്യ ആങ്കർ, ഞങ്ങള് ജഡ്ജസ്. അല്ല, ഈ സൗമ്യൊക്കെ എന്താ ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായില്ല. ഓണം പ്രോഗ്രാമിന്റെ ആങ്കറിംഗ് ഉണ്ടെന്ന് വന്നിട്ട് അപ്പൊ എന്നോടും പറഞ്ഞതല്ലേ? എന്നോട് പറഞ്ഞേക്കണതല്ലേ? അയ്യോ സോറി, നിങ്ങളോടൊക്കെ വെറുതെ പറഞ്ഞായിരിക്കും. എന്നോടാണ് ആങ്കർ ചെയ്യാൻ പറഞ്ഞേക്കണം. ശരി, നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞ ആങ്കർ ചെയ്യാൻ? സൂര്യനെ വിളിച്ചു. ആണല്ലേ? നീ എന്തിനാ വന്നല്ല? അതെനിക്ക് മനസ്സിലായില്ല. അല്ല, അവരെ എന്റെ അടുത്താണ് ആക്ച്വലി ഇതെല്ലാം സെറ്റ് ചെയ്ത്. പിന്നെ എല്ലാ പരിപാടിയും ഞാൻ തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞല്ല, നിങ്ങളെല്ലാരും പറ്റിച്ച്. എന്റെ റിയൽ ആങ്കർ ഞാനാണ്. ചേട്ടൻ വരാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. വെറുതെ ഷർട്ടിൽ പെയിന്റ് ഒക്കെ അടിച്ചു വന്നല്ലേ? സാരമില്ല കേട്ടോ. 2 3 4 5. അല്ല, ഇനി സൂര്യ ടി വി നമ്മളെല്ലാവരും പരിചയമായിരിക്കും. ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തി. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തി. ആരാണ് ചീഫ് ഗസ്റ്റ് വന്നേ? ചീഫ് ഗസ്റ്റ് വന്നേ. ഹലോ 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 ഹലോ, ഓടല്ലേ ഓടല്ലേ, എന്നെ പിടിച്ചേ. ഭ്രാന്തിയോ? അല്ല, ചേട്ടൻ എന്തിനാ ഓടിയത്? അല്ല, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഓടി വരുന്ന കാണുമ്പോൾ ഒരു ആൺകുട്ടി ഓടിയിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചളി ഞാൻ ഇവിടെ കുടിച്ചിടട്ടെ. ഈ താമസിച്ച് ക്ലാസ് ഒന്നും അല്ല. എത്ര സമയമായിട്ട് നമ്മൾ എല്ലാരും മീറ്റ് ചെയ്ത് അവിടെ എല്ലാരും സെറ്റ് ആയിട്ടിരിക്കാണ്. ഈ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി വില വേണം.
ഒരു വാല്യൂ വേണം. അപ്പൊ അതനുസരിച്ചൊക്കെ പതുക്കെ വന്നാലേ അങ്ങനെയല്ലേ? മണി വാടുന്നത് തോന്നുന്നത്. ഒന്നുമില്ല. ഇതിന് ഭ്രാന്ത് തന്നെ കേട്ടോ. ദൈവമേ, ആ പ്രാന്തത്തെ അങ്ങനെ പലതും പറയും. ചീഫ് ഗസ്റ്റ് ഞാനാണ്. ഇപ്പൊ വന്നത് ഏതോ ചീഫ് ഗസ്റ്റ്. ചേട്ടാ, ഹലോ. എടി ഒരാളെ കിട്ടി. നീ ഈ ചെടി ഒന്ന് വളച്ചു പിടിച്ചേ. ഈ ഫോട്ടോ എടുക്കാൻ നീ എടുത്താൽ ശരിയാവൂല. എനിക്ക് എന്റെ ഫേസ് കിട്ടാനായിട്ടാണ്. ഇത് വളച്ചുപിടി. ആ, കുറച്ചുകൂടെ വളച്ചുപിടി. ഈ ഒടിയവേ അല്ലെങ്കിൽ പിന്നെ നീ അതന്നെയല്ല ആദ്യം ഇങ്ങോട്ട് നീങ്ങിക്ക. എന്റെ മുഖം ഈ പൂവും കൂടെ വരുമ്പോ രസമുണ്ട്. ആൾക്കാർക്ക് ഏതാണ് പൂ എന്ന്. ഓ എന്റെ ദൈവമേ, ഈ ഫോട്ടോയില് ഈ പൂവിനേക്കാൾ ഇമ്പോർട്ടൻസ് എനിക്കാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്തുള്ള സ്നേഹം നിനക്ക് മനസ്സിലായി. പൊതുവെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. ഞാൻ എന്താ ഓണല്ലേ, നീ ചുമ്മാ ഓണക്കളിയായിട്ടിട്. അപ്പോഴത്തേന് ഇത് ഈ സൂര്യ TV എന്ന് പറയുന്നത് എനിക്ക് എന്റെ ജന്മ വീട് പോലെയാണ്. ഞാൻ ജനിച്ച് കളിച്ചു വളർന്ന, അതായത് കായംകുളം കൊച്ചുണ്ണിയരുടെ. സാധാരണ കള്ളന്മാര് പ്രേക്ഷകരെ വെറുപ്പിക്കാറാണ്. അയ്യോ, പക്ഷെ ഇതെന്ന് പറയുന്നത് എന്റെ ദൈവമേ, ഞാൻ ഇങ്ങനെയൊന്നല്ല. നിങ്ങളത് കാണുക പ്രേക്ഷകരെ. അത്രയും വേണ്ട, അത്ര എനർജി വേണ്ട. അത് ഓൾറെഡി എന്റെ ലുക്കിൽ ആ എനർജി ഉണ്ട്. ഭയങ്കര ഡീസന്റ് ആയി പോയി. ഭയങ്കര ഒരു എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ഡീസന്റ് ആണ്. അല്ലാതെ എല്ലാ പരിപാടി പോലെ തുള്ളിച്ചാടാൻ ഓളം, അത് ഓളം അത് വേണ്ട. കുറച്ച് ഓളം കുറച്ചാൽ. അപ്പോഴത്തേന് സാധാരണ കള്ളന്മാര് ആൾക്കാരെ വെറുപ്പിക്കാറില്ല. ഇത് ഞാൻ ഈ കള്ളൻ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കള്ളനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ഈ ഫോട്ടോയില് നീ പൂവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുത്ത പോലെ ഈ പ്രോഗ്രാമിലെ മെയിൻ ആണ്, സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാനായിരിക്കണം. അതുപോലുള്ള ഇൻട്രോ. നീ ഓണം വേണ്ട, അതുപോലുള്ള ഇൻട്രോ മതി. എല്ലാം ചെയ്യാം. അത് പറയുമ്പോഴാണ് എനിക്ക് സാബു ചേട്ടനെ വിളിച്ചിട്ട് ഇതെല്ലാം ഒന്ന്. സാബു ചേട്ടനാ? ഏത്? നമ്മുടെ സാബു ചേട്ടൻ. അപ്പൊ സാബു ചേട്ടനാണല്ലോ ഇത് എന്നോട് പറഞ്ഞത്, നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കണം, നീ എല്ലാരും ഒന്ന് ഇവിടെ വിളിച്ചപ്പോഴത്തേന് എന്റെ അടുത്ത് പറഞ്ഞു ഓണ കളി ഉണ്ടാവും. ഈ സാബു ചേട്ടൻ വന്ന ഇത് പ്രാങ്ക് ഓണായി മാറും. ഇല്ലെന്ന്. പിന്നെ സാബു ചേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാബു ചേട്ടനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ പക്ഷെ ഇതൊരു പ്രാങ്ക് ഓൺ ആക്കാനായിട്ട് ഞാൻ സമ്മതിക്കും. അല്ല, നമുക്കത് നോക്കാം. പക്ഷെ പിന്നെ സാബു ചേട്ടനും കൂടെ ഒന്ന് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആവും. അളിയാ വിഷമിക്കണോ, ജിം അങ്ങ് വന്ന് കേറിയിട്ടുണ്ട്. നീ അത്ര എന്നെ സൂചിപ്പിക്കൊന്നും വേണ്ട. പക്ഷെ എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ നിന്റെ പൊതുവെയുള്ള പരിപാടികൾ കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസമില്ല. നീ ചിലപ്പോൾ എന്നെ തേക്കൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെന്ന് അവിടെ വർത്താനൊക്കെ പറയുന്നു. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. സാബു ചേട്ടാ സാബു ചേട്ടാ, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഫുള്ള് കൈവിട്ട് പോയിരിക്കുകയാണ്. 3-4 ചീഫ് ഗസ്റ്റ്, ആങ്കർ ചെയ്യാൻ 5-6 പേര്. ഞാൻ ആങ്കറാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതല്ലേ ചെയ്യുന്നത്, ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം പണി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. സാബു ചേട്ടാ, ഞാൻ സാബു ചേട്ടനോട് ഇതെല്ലാം പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്താ കേട്ടത്? ഉച്ചക്ക് ഊണും മീൻകറിയും വേണമെന്നല്ലേ? ഉച്ചക്ക് ഊണൊന്നല്ല, പിന്നെ ഉച്ചക്ക് സദ്യയല്ലേ വേണ്ടത്. സദ്യയുടെ ഒരു സൈഡിൽ മീൻ പൊരിച്ചത് വെക്കാമല്ലോ. എവിടെ വെക്കാൻ? വടക്കൻ ജില്ലയിലൊക്കെ ഇവിടെ തെക്ക് വടക്ക് കിടക്ക ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് വന്നു ഓരോരുത്തരും, പക്ഷെ ചീഫ് ഗസ്റ്റുകൾ കുറെ പേര്, പിന്നെ ആങ്കർ ചെയ്യാനാണ് 3 പേര്. സ്വന്തമായിട്ട് ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ എനിക്ക് ഞാൻ 4-5 പേര്. കാരണം നമ്മൾ അവരുടെ മീറ്റപ്പ് ആണല്ലോ വെച്ചത്. അപ്പൊ അവരെന്നാ പറയുന്നതെന്നറിയോ, എന്നെയല്ല ആങ്കർ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്, ഞാനല്ലേ ഇവിടുത്തെ സീനിയർ ആങ്കർ, ഞാനല്ലേ ഇത്ര സിനിമ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നുന്നു സാബു ചേട്ടൻ ഞാനില്ലാത്ത ഏത് സിനിമ ഇപ്പൊ ഉള്ളത്? സിനിമ ഉണ്ടല്ലോ. ഏത് സിനിമ? പിന്നെ ബാർബി. സിനിമയല്ലേ അത്? അത് അനിമേഷൻ അല്ലേ? സിനിമയാണല്ലോ. സിനിമയാണ്. അതിലില്ല. വിളിച്ചായിരുന്നു, ശബ്ദം കൊടുക്കാൻ വിളിച്ചായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ഇപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞേ? ഒരു കാര്യം ചോദിക്കട്ടെ, വന്നവർക്കൊക്കെ എന്നെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ എന്താണ്? എനിക്കറിയാം. ഇങ്ങോട്ട് എന്നോട് ചോദിക്കായിരുന്നു, സാബു ഉണ്ടോ, അവൻ എന്തേ, അവനൊന്ന് കാണട്ടെ. അതെ, മുട്ടുമിക്കവാറും നല്ല ഇംപ്രഷൻ ആട്ടോ. എല്ലാം ഓക്കെ അല്ലേ? സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ടില്ലേ? സാബു ചേട്ടൻ ഒറ്റൊരു കുറവും കൂടെ ഉള്ളൂ. പക്ഷെ എനിക്കൊരു എന്തോ ഒരു പേടി, ഇത് മുന്നോട്ടേക്ക് എങ്ങനെ പോകും എന്നുള്ളതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലത്തെ കോർഡിനേഷൻ ഒക്കെയാ ചെയ്തത്, പക്ഷെ ഒരു ഉൾഭയം അടി കിട്ടുമെന്നുള്ളതാണ്. എനിക്ക് കിട്ടില്ല, ഞാൻ സേഫാ. എന്നെ ഒരു ആരും അടിക്കൂല. ആണോ? അല്ല, എന്തായിരിക്കും ശരിക്കും ഇവർക്കൊരു പ്രശ്നം? എനിക്ക് കുശുമ്പ അസൂയമാർക്ക്. പിന്നെ അല്ല എന്ത്, ഞാൻ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രി നിക്കല്ലേ, മനസ്സിലായ? അപ്പൊ അതിന്റേതായ ഒരു അഹങ്കാരം എനിക്കുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസർ അങ്ങോട്ട് പോവാം. ഏതാണോ കോസ്റ്റ്യൂം? പാൻസോ മുണ്ടില്ലേ? എടേ, ഇത് അടുപ്പിച്ച് വെച്ച മുണ്ട് പോലെ തോന്നത്തുള്ളൂ. വെള്ളയല്ലേ? നമ്മൾ ഇച്ചിരി മോഡേൺ ഓണമാണ്. മനസ്സിലായി. ജാടയിട്ട് പോണം കേട്ടോ. ഞാൻ എന്തെങ്കിലും സൈഡിലുണ്ടാവും കേട്ടോ. റെഡി അല്ലേ?
നീ ആദ്യം പോ. ഞാനോ? മെയിൻ ആള് പറയേ നമുക്ക് ഏത് ഡയറക്ഷൻ പോയാലും എത്തേണ്ട സ്ഥലത്ത് എത്തും. എങ്ങോട്ടേക്കായിരിക്കും നല്ല ഐശ്വര്യമായിട്ട് പോകുന്നത്? കണ്ണടച്ച് 4 കറക്കം കറങ്ങിക്കും. ആ നിർത്തിക്കോ. അപ്പൊ ഈ ഡയറക്ഷൻ തന്നെ ചാടി ഓടിക്കും. ഇങ്ങനെ കയറി പോകണം. സൂര്യതാരങ്ങളെ സ്വാഗതം സൂര്യതാരത്തിലേക്ക്. അങ്ങനെ 25th ഇയറിലേക്ക് കടക്കുകയാണല്ലേ. നീണ്ട 25 വർഷം. അല്ല ഞങ്ങളല്ല, സൂര്യ TV. സൂര്യ TV. അവിടെ ഏത് സ്റ്റക്കായി? അല്ല 25 സ്റ്റക്കായി. എടുത്തു പറയണം, അല്ലെങ്കിൽ നമ്മുടെ പ്രായം തിരിച്ചു. ഒരു മിനിറ്റ്. ഈ ചളി പൂവുണ്ടേ, അത്തപ്പൂക്കളാണ് നിന്റെ ചളു. നിന്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസമാണ്. എല്ലാ ചളികളും ഇവിടെ കുളിക്കാൻ വന്നതാണ്. ഇത് സമയം മാവേലിയാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇരിക്കേണ്ടവൻ ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേമിനെ ഇല്ലത്തെ നമ്പൂരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്കിൾ എന്ത് വേണേലും പറയാം. അങ്കിൾ ആയിക്കോട്ടെ. അതാരെന്ന് മനസ്സിലായോ? ആരേത്? സാബു ചേട്ടൻ. മാമൻ അറിഞ്ഞൂടാ. അല്ല ഒരു മിനിറ്റ്. രഞ്ജിത്തേനാണോ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ? എത്ര വർഷം? സൂര്യ ടിവിയെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയ പ്രായം 25. എന്റെ പ്രായമുള്ള മക്കളുണ്ട് മണിക്കൂട്ട. സത്യം, സീരിയസ് ആയിട്ട് ഒന്നും മിണ്ടുന്നില്ല. അല്ല ഇതിലെ ഏറ്റവും രസം എന്താണെന്നറിയോ? ജീവിതത്തില് ചെയ്ത പ്രോഗ്രാമുമായിട്ട് ഏറ്റവും ബന്ധമുള്ള രണ്ടുപേരാ. ഇത് ഊരാ കൊടുക്കൂ, ഇത് തരിക. തോന്നുന്നുണ്ട് കേട്ടോ. മാമന്റെ പക്ഷെ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇവനെ ഇഷ്ടമല്ല. കാര്യം ഇവൻ വന്ന ഏതോ ഒരു പോത്തിന്റെയോ പിന്നെ പൂച്ചയുടെ കൂട്ടത്തിൽ പോയി ഒരു പ്രോഗ്രാം ചെയ്തില്ലേ, പിന്നെ എന്നെ വഴി കൂടെ കാണുമ്പോഴത്തേന് ഇങ്ങനൊക്കെ. അന്ന് ഞാൻ വെറുത്തതാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. കൊച്ചിലെ അങ്ങളെന്ന് വിളിച്ച ആളിലേക്ക് ഇപ്പൊ കയറി ചേട്ടാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് എന്റെ. ഞാനിരിക്കുന്നത്. സൂര്യ TV തുടങ്ങിയപ്പോ തൊട്ട് എന്നും ഒന്നിച്ചുള്ള ഞാനും സാബു. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യം കാണുന്ന ഇപ്പോഴാണ്. ഏറ്റവും വലിയ 25 വർഷം വേണ്ടി വന്നു. കാര്യം എന്താന്ന് ചോദിച്ചാല് സാബു പിന്നെ ഈ തരികട വെളി ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ ഞാൻ അവിടുന്ന് ഈ സ്റ്റുഡിയോക്കകത്തോട്ട് വന്ന് കയറുന്ന വണ്ടിയിലായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തും. എല്ലാ ദിവസവും. ഈ സാബു ചെയ്തോണ്ടിരുന്ന തരികട പ്രോഗ്രാമിന് സ്പോൺസേഴ്സ് ഉണ്ടായോ? അത് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ബ്രാൻഡിങ് തരില്ല. അങ്ങനെ ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് തരികട സാബു എന്നങ്ങ് ആക്കിയത്. പലരോടും നമ്മൾ പറയാറില്ലേ, എടാ തരികട കാണിച്ച് കിടക്കാണ്ട് പോലെ പണിക്കും പോകുന്ന നോക്ക്, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇത് തരികട കാണിച്ച് ഇതിനകത്ത് വേറെ സംഭവമുണ്ട്. സൂര്യ TVയില് ആദ്യം ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആ TV സിനിമ സ്റ്റാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ ഊരാ കൊടുക്കുക ചെയ്ത് പോകുന്നു. എപ്പോഴും സാവനെ കാണുമ്പോഴും എന്നെ കാണുമ്പോഴും തരികടാ, ഞാൻ ഊരാ കൊടുക്കുക തരികടാ, ഞാൻ പറഞ്ഞു ഞാൻ ഊരാ കൊടുക്കാണ് ചെയ്യുന്നത്. എനിക്കറിയാം. എന്നിട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. അറിഞ്ഞൂടെ ഇതാരാന്ന്? നമ്മുടെ തരികടാ. രസികരാജയില് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് പണി നടത്തിയത്. 3 പേര്. ഞാൻ ഒറ്റ ഒരുത്തൻ 9 വർഷമാ സൂര്യ TV കൊണ്ട് മുമ്പോട്ട് പോയി. ഒറ്റ നിപ്പ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഒറ്റ നിപ്പ്. ജയേട്ടന്റെ തൊട്ട് മുമ്പേ പാട്ട് പരിപാടിയായിട്ട് ഞാനുണ്ടായിരുന്നു. എന്റെ പാട്ട് കേട്ട ആൾക്കാർ നിൽക്കുമ്പോഴാണ് ജയേട്ടന്റെ അന്ന് ഓരോരുത്തർ പറയും ഞങ്ങൾ രണ്ടും സൂര്യ TV അടച്ചേച്ച് പോകുന്നു. മറ്റേ വൈകിട്ട് കട ഷട്ടറൊക്കെ ഇട്ടിട്ട് പോകൂലേ? അല്ല, നമ്മുടെ സൂര്യ TV നിന്നും പോയപ്പോ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. സൂര്യ TV രക്ഷപ്പെട്ടവരും ഉണ്ട്. ഇത് ഉണ്ട്. ചില ആൾക്കാർ പോയപ്പോ സൂര്യ TV തന്നെ രക്ഷപ്പെട്ടു. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു കണ്ടോണ്ടിരിക്കല്ലേ? അത് പറയണ്ട. നിങ്ങളോതിരുന്ന് ചിരിച്ചുണ്ട്. ഇന്റർവ്യൂവർ ആയിട്ടാണ് ഞാൻ സൂര്യയിൽ തുടങ്ങുന്നത്. പക്ഷെ 13 വർഷം പല പല ഷോകളായിട്ട് സൂര്യയിലുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആടാം പാടാം, പുതിയ പാട്ടുകൾ, ചോദിക്കാം. ആടാം പാടാം ചെയ്തിരുന്നു. ഇവരുടെ സൺഡേ പ്രോഗ്രാം എന്റെ സാറ്റർഡേ ഈവനിങ് സെയിം പ്രൊഡ്യൂസർ ആയിരുന്നു. പിന്നെ പുതിയ പാട്ടുകൾ, സൂര്യ ടോപ്പ് 5, സിനിമ ബോക്സ് ഓഫീസ്,
സ്നേഹിത ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇരുന്ന് ഓർക്കുന്നത് നമ്മടത്തെ ചോദിച്ചാൽ 2 3 ഞാൻ പറയാനുള്ളൂ. അത്തം മുതൽ തുടങ്ങണ്ടേ എന്നാ വേറെ കഥയും കൂടെ പറഞ്ഞുതരാം. സൂര്യ TV എറണാകുളത്തേക്ക് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരു കേട്ട് എങ്കിൽ ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം പറയണ്ട ചേട്ടാ, നമ്മുടെ സമയമാണ്, നമ്മൾ തുടങ്ങണം. കിരൺ TV എന്ന് പറഞ്ഞു. അയ്യോ, കൊച്ചിന്റെ ഒച്ചയാണ് ഉദ്ദേശിച്ചത്. അല്ല ഇപ്പൊ ശബ്ദം എന്തിന്റെ? കൊച്ചിന്റെ ഒച്ചയാണ് മിമിക്രി. ദൈവമേ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തുന്ന സാധനത്തിന്റെ പേരെന്തോ? മരപ്പട്ടി. ഇവളെ വീട്ടിൽ മരപ്പെട്ടിനെ വളർത്തണ്ട, ആ ഒരു സത്യം എല്ലാരും അങ്ങനെ പറയില്ല, വളർത്തുന്ന സാധനം ഒരു അച്ഛനും അമ്മയെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. അങ്ങനെയാണ് മറ്റേ ചൊല്ലുണ്ടായത്. ഏതാ? ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്നത്. സൂപ്പർ സൂപ്പർ. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ സൂര്യ ടിവിന്റെ ആ സൗണ്ട് ഒന്നുകൂടെ കേൾക്കാനൊരു ആഗ്രഹം കൊണ്ട്. കുട്ടി തന്നെ എരുമയുടെ കുട്ടിയാന്ന് മാത്രം. ഈ കിരൺ TV എന്ന് പറയുമ്പോ കിരൺ ടിവിനെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു മണിക്കൂട്ടി ഞാൻ കിരൺ ടിവിയിൽ ശരിക്കും ആങ്കർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, റൂമർ ആണതല്ലേ? റൂമറാ? ഞാൻ വിചാരിച്ചു കിരൺ ടിവിയിൽ ഉണ്ടായിരുന്നു. ഗ്രൂമറായിരുന്നു. നാശേട്ടനും ഈ ഞാനും ഇവിടെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ കിരൺ ടിവിനെ പറ്റി പറയുകയാണെങ്കിൽ സൂര്യ ടിവിയുടെ ഒരു ഫോൺ ഇൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ലൈവായിട്ട് ഫസ്റ്റ് വന്നത് കിരൺ ടിവിയിലാണ്. അത് ഭയങ്കര, അതായത് എവിടെ പോയാലും, റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, ഏത് ക്ലിനിക്കിൽ എവിടെ പോയി കഴിഞ്ഞാലും കിരൺ TV ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഷോ, ഒരുപാട് ഷോസിൽ മെയിൽ ബോക്സ് എന്ന് പറയുന്ന, അങ്ങനെ പോസ്റ്റ് ബോക്സ്, യെസ്, പോസ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഷോ. ആ സോഫ കാറിന്റെ ഷേപ്പില് ഹെഡ്ലൈറ്റ് ഇല്ലായിരുന്നു. അല്ലല്ല, അത് ഡാർലിംഗ് അത് 7 മണിക്ക്